ഇത് മൽ ഷിഫോൺ ഫാബ്രിക്. സിംഗിൾ ഷെയ്ഡ് ആണ് അല്ലേ? പ്യോർ ജോർജറ്റ്. നല്ലൊരു ഡിസൈൻ അല്ലേ? വിത്ത് ഹാൻഡ് വർക്ക്. മാർക്കറ്റിൽ ദുപ്പട്ട സാധായിരിക്കും വിത്ത് ബോർഡർ. ഇത് ഫുൾ ആപ്ലിക്. ഇവരൊരു ഹിറ്റ് ഡിസൈൻ ആണ് എലിഫന്റ് ഡിസൈൻ. ഇതൊക്കെ ഈ സീസണിന് വേണ്ടി ഈ ഐറ്റം മോസ്റ്റ് ഡിമാൻഡഡ്. ബാക്കിൽ കണ്ടോ, കസ്റ്റമറിന് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഇതൊക്കെ പോച്ചുംപള്ളി ഇക്കത്ത് വിത്ത് ഹാൻഡ് വർക്ക്, ഓൺ പ്രൊഡക്ഷൻ. മെറൂൺ കണ്ട ഞാൻ വിടൂല. അത് ഡമ്മി ആയാലും ശരി, വെറുതെ കിടക്കണതായാലും ശരി. എന്തുകൊണ്ടാ ഇത്ര ഉണ്ടെന്ന് പറയുന്നറിയോ? നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ. ഈ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ഫാബ്രിക്. അപ്പൊ ഗജ്ജി സിൽക്ക് മെറ്റീരിയൽ ആണ്. സ്ഥിരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബനാറസി സൂട്ട്. വണ്ടി ഒന്ന് വേറെ കടയിലേക്ക് തിരിക്കണത് ഒന്ന് ചിന്തിക്കേണ്ടി വരും കേട്ടോ. മൽച്ചന്തരി ഓൺലി ടോപ്പ്. ഇത് പോളിസ്റ്റർ അല്ല, കോട്ടൺ കോട്ടയാണ്. ഒരുപാട് വിറ്റ സാധനമാണ്. എല്ലാ സീസണിന് നമ്മൾ ഇറക്കും. ഇത് 60 ക്യാമ്പ്രിക് എ ലൈൻ ടോപ്പ്. ഞാൻ പറഞ്ഞില്ല ബിഗ് സൈസ് ഉണ്ട്. അപ്പൊ ഇത് 345. പിന്നെ ഇപ്പത്തെ ട്രെൻഡ് സ്ലീവ്ലെസ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് ഈ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒന്ന് വേറെ കടയിലേക്ക് തിരിക്കണത് ഒന്ന് ചിന്തിക്കേണ്ടി വരും കേട്ടോ. അതേപോലത്തെ ഐറ്റംസ് എവിടെ ഇരിക്കണം. അതും ബുട്ടി കളക്ഷൻസ് ഉണ്ട്. എല്ലാം ടൈപ്പുകാർക്ക്, എല്ലാം റേഞ്ചുകാർക്കുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും. അപ്പൊ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്നത് ഗോപാലപ്രഭു റോഡിലാണ്. എറണാകുളം മാർക്കറ്റില് ഗോപാലപ്രഭു റോഡ് ജംഗ്ഷൻ ആണ്. അപ്പൊ ആ സൈഡാണെങ്കിൽ മേനക വഴിക്ക് വരാണെങ്കിൽ ആ സൈഡിൽ കൂടെ വരാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് MG റോഡ് വഴിക്കാണ് കേട്ടോ കയറേണ്ടത്. അപ്പൊ ആ സൈഡിൽ കൂടിയും ഈ സൈഡിൽ കൂടിയും എൻട്രൻസ് ഉണ്ട്. MG റോഡ് വഴിക്കാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടി ആയിരിക്കും എൻട്രൻസ് വരുന്നത്. എങ്ങനെ പോയാലും ഇത് നടുക്കിലത്തെ ഒരു പോർഷനാണ്. നടുക്കിലത്തെ ഒരു പോർഷനിൽ ഇത്രയും വലിയൊരു ബിൽഡിംഗിൽ ഫുൾ കളക്ഷൻസ്. യെസ്, പരിമൾ ടെക്സ്റ്റൈൽസ്. അതും ലേഡീസിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് കുർത്തീസോ റെഡിമെയ്ഡ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ നോക്കിയാൽ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ ഇല്ലേ, ഗജ്ജി സിൽക്ക് മെറ്റീരിയൽ. ഇതൊക്കെ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് വെറൈറ്റി, അത് 3-4 ഫ്ലോറൊക്കെ നിറച്ച് കളക്ഷൻസ് ആണ്. ഇപ്പൊ അടിപൊളി വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ തന്നെ ബിസി ആണല്ലോ ബില്ലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഹായ്, സുഖാണോ? സുഖം. സാഗർ ഇലിയാസ് ജാക്കി, അങ്ങനെയാണോ? എന്തായാലും നമ്മുടെ ഈ കടയിൽ ഒരു ജസ്റ്റ് ഒന്ന് ലുക്ക് എടുത്തിട്ട് നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം. കാരണം കളക്ഷൻസ് അത്രമാത്രം ഉണ്ട്. നമുക്കൊരു 15 മിനിറ്റോ 20 മിനിറ്റിലൊന്നും തീരാത്ത കളക്ഷൻസ് ആണ് ഇവിടെ. ഒരു ദിവസം ഉണ്ടായാലും കാണാൻ പറ്റാത്ത അത്രയും ഉണ്ടല്ലോ വെറൈറ്റീസ്. ഡെയിലി അപ്ഡേഷൻ ആണ്. ഡെയിലി വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. അതെ. അപ്പൊ സാഗർജി, നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചാൽ. എനിക്ക് ഇവിടെ ഇപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് സ്ഥലം കാര്യങ്ങളൊക്കെ അറിയാം. അൺസ്റ്റിച്ചഡ് വരുമ്പോ ഇങ്ങോട്ട് പോകണം, റെഡിമെയ്ഡ് വരുമ്പോ മുകളിലേക്ക് പോകണം, അങ്ങനെ. അപ്പൊ നമുക്ക് അൺസ്റ്റിച്ചഡിലേക്ക് കിടക്കാം. അൺസ്റ്റിച്ചഡിന്റെ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇവര് ഓൺ പ്രോഗ്രാമിംഗ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള കുറെ സംഭവങ്ങളാണ്. എന്തായാലും അകത്തേക്ക് കയറാൻ നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഇതാ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കളർ ചാർട്ട് വെച്ചിരിക്കണതാ അല്ലേ? അതെ, എല്ലാത്തിലും 4 കളർ അല്ലെങ്കിൽ 2 കളേഴ്സ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. എല്ലാതും അങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ ഇത് ഇവർ ഓൺ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ്. ഈ സൈഡിലും ഉണ്ട് കണ്ട. ഇതൊക്കെ ഡിസ്പ്ലേ ആണ്. പക്ഷെ നാളെ വരുമ്പോ ഈ ഡിസ്പ്ലേ ഒക്കെ മാറും. ഈ കളക്ഷൻസ് മാറും. പുതുമ അല്ലാതെ 2-3 ഡേയ്സിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ഈ സാധനം വേറെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ നോക്കിയേ, ഇതൊക്കെ എന്ത് മെറ്റീരിയൽ? ഈ യെല്ലോ, ഇത് വിചിത്ര സിൽക്ക്. ഇത് വിചിത്ര. ഇത് സൂപ്പർ നെറ്റ് കോട്ട പോലെ ഫാബ്രിക് ആണ്. ഇത് വാറ്റിക്കൻ സിൽക്ക്. ഇത് വിചിത്ര സിൽക്ക്. ഓക്കെ. അങ്ങനെ ഓരോരോ ഇത് ഇപ്പുറത്തുണ്ട് കേട്ടോ. ഇപ്പുറത്തേക്ക് ഒന്ന് തിരിഞ്ഞോ. ഇതൊരു ചന്ദേരി സിൽക്ക്. ബുട്ട വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നോയൽ കോട്ട. പിന്നെ മറ്റേത് ലിനൻ. ഓക്കെ. അപ്പൊ അങ്ങനെ വെറൈറ്റി പേരുകളൊക്കെ നമുക്ക് കേൾക്കാനും കാണാനും പറ്റും. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ? നമുക്ക് എല്ലാം പ്രാവശ്യം വരുമ്പോ പരിമൾ എന്ന് പറയുമ്പോ ഞാൻ പറയാറുള്ളത് ഒരു പുലിയാണ്. ഒരു പുലി മടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വെറൈറ്റി ഇങ്ങനെ തപ്പി ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനത്തെ കുറച്ച് വെറൈറ്റി നമുക്ക് നോക്കാം. നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യാം? ഇവിടെ തന്നെ നോക്കാം. ഏറ്റവും ഹൈയസ്റ്റ് സെല്ലിംഗ് ഓൺലൈനില് ബാട്ടിക് വിത്ത് എംബ്രോയിഡറി. അതിൽ 2 കളക്ഷൻ ഉണ്ട്. പ്രിന്റഡ് ഉണ്ട്, എംബ്രോയിഡറി വർക്ക് ഉണ്ട്. ഇത് പ്രിന്റ് ആണ് അല്ലേ? ഇത് പ്രിന്റ് ആണ്. പ്രിന്റ് വിത്ത് പാച്ച് വർക്ക്. ഇത് ഓൾ ഓവർ എംബ്രോയിഡറി. ഓക്കെ. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോട്ടൺ ബാട്ടിക് സൂട്ട്സ്. അതില് ഇങ്ങനെയാണ് ബാട്ടിക് പ്രിന്റ് വരുന്നത്. ഇതിപ്പോ ആക്ച്വലി ഒരു യെല്ലോ ഈ ഒരു കോമ്പിനേഷൻ മാത്രമല്ല, കളേഴ്സ് ഉണ്ടാവും. പക്ഷെ സിംഗിൾ ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കസ്റ്റമറിന് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. സിംഗിൾ പറയുമ്പോൾ റീറ്റെയിൽ അല്ല കേട്ടാ. സിംഗിൾ നമുക്ക് ഹാൻഡ് പിക്ക് ആയിട്ട് എടുക്കാം. അതാണ് ഉദ്ദേശിച്ചത്. ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ കേട്ടാ. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലെങ്കിൽ സിംഗിൾ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും സിംഗിൾ ആയിട്ട് ഓടി വരും. ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും കളക്ഷൻസ് ഇവിടെ നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്യോർ കോട്ടൺ അജ്രക് സ്റ്റൈൽ. പ്യൂർ കോട്ടണില് ഇത് ഭയങ്കര ഞാൻ ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ നല്ലോണം മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ്. അതില് നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ദുപ്പട്ടയും കൂടി വരുമ്പോ
നല്ല കോമ്പിനേഷൻ. ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഹിന്റ് എന്താണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഒരുപാട് കളേഴ്സ്, ഒരുപാട് മോഡൽസ്, ഡിഫറെന്റ് ഡിസൈൻസ്. എന്തുകൊണ്ട് ഇത്രയും ഉണ്ടെന്ന് പറയുന്നറിയാം, നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ. ഇവര് സ്വന്തമായിട്ട് ഡിസൈൻസ് ചെയ്ത് കളർ ചാർട്ട് സെലക്ട് ചെയ്ത് ഡിസൈൻ കൊടുത്ത് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് നമ്മുടെ കൈക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ് ഇവിടെ ഉള്ളത് മൊത്തം വരുന്നത്. പിന്നെ നല്ലൊരു ഇത് എല്ലാവർക്കും അറിയാം, അതെ, ബനാറസി എവർഗ്രീൻ എക്സ്ക്ലൂസീവ് ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ടയിലെ സാരീസിലും നല്ല മാർക്കറ്റിൽ ദുപ്പട്ട സാധായിരിക്കും വിത്ത് ബോർഡർ, ഇത് ഫുൾ ആപ്ലിക്. ഇത് ആക്ച്വലി വീവിംഗ് ആട്ടോ. ഞാൻ ആദ്യം എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ആണെന്ന് വിചാരിച്ചത്, പക്ഷെ ഇത് ഫുൾ വീവിംഗ് ആപ്ലിക് ടച്ച് ആണ്. ബാക്കിൽ കണ്ടാ അറിയാം അതിന്റെ വീവിംഗ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ഫെസ്റ്റിവൽ, ബനാറസി സൂട്ട്സ് ഫെസ്റ്റിവൽ, അതൊക്കെ ഫെസ്റ്റിവലിനാണ്. നോർമലിന് പിന്നെ നമ്മൾ ബനാറസി ഇടണവരുണ്ട് കേട്ടോ, കാശുള്ളവർ എന്ത് വേണമെങ്കിലും ആവാന്ന്. അങ്ങനെ ഈ ഇപ്പൊ ഇനി ഫെസ്റ്റിവൽസോ ഫംഗ്ഷൻസോ അങ്ങനത്തെ ഒക്കെ സംഭവം വരുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത് ഈ ഒരു ബേജ് വിത്ത് വൈറ്റ്, അല്ലെങ്കിൽ അതില് കുറച്ച് സെറി വർക്ക് ഒക്കെ ആയിട്ട്. പക്ഷെ ഇത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. ഇത് നല്ലൊരു പ്രീമിയം ഫാബ്രിക് ആണ്, ടിഷ്യൂ എംബോസ്ഡ് ആണ്. ഇത് അകത്ത് കാണുമ്പോൾ അതന്നെ ഞാൻ അതായി നോക്കണത്. കണ്ട, ഇതിലൊരു സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട്, ജക്കാർഡിന്റെ എംബോസ്ഡ് ആണ്, ജക്കാർഡ് എംബോസ്ഡ് പ്രിന്റ്. ഈ എംബോസ്ഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചിങ്ങനെ തള്ളി നിക്കണ ആ ഒരു ഫീലിംഗ്. ഫെസ്റ്റീവ് വെയർ പ്രോപ്പർ വിത്ത് ആപ്ലിക് വർക്ക് യോക്കില് വരുന്നത് അല്ലേ. ദുപ്പട്ടാല് സെയിം ബുട്ടാസ്. അടിപൊളിയാണ് കേട്ടോ. ഇത് ടിഷ്യൂ ഇത് ടിഷ്യൂ ആണ്, ടിഷ്യൂ ഫാബ്രിക്. ഇതിലിങ്ങനെ ഓൾ ഓവർ നോക്കിയാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇത് അടിപൊളി. ഇതിലും കളേഴ്സ് ഉണ്ടോ? ഇത് സിംഗിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഓക്കെ. എന്തായാലും കുറച്ച് നല്ല ഹാൻഡ് പിക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ബുട്ടിക്കാർക്കൊക്കെ പറ്റിയ ഒരു കളക്ഷൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഓപ്പൺ ചെയ്യാം. ചേച്ചി വാ, ഹെൽപ്പ് ചെയ്യോ ഓപ്പൺ ചെയ്യാൻ. ഒന്ന് പിടിച്ച് തായോ, ഓപ്പൺ ചെയ്ത് തായോ. ഇപ്രാവശ്യം ചേച്ചി കുറച്ച് സൈലന്റ് ആണല്ലോ. ഇത് മൽ ഷിഫോൺ ഫാബ്രിക്. അതിൽ നമുക്ക് സൈഡില് ലേസും കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവില് അതേ ലേസ് തന്നെ നമുക്ക് ഈ ഒരു ദുപ്പട്ടയുടെ പോർഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ബുള്ളിയൻ വർക്ക് ആണ് വിത്ത് പ്ലീറ്റ്സ്. പിന്നെ ഇത് കുറച്ചുകൂടി കംഫർട്ട് കൂടുതലാണ്. ചെറിയൊരു ഷൈനിങ് കൊണ്ട് ഫംഗ്ഷനും യൂസ് ചെയ്യാം. ടോപ്പിന്റെ മീറ്ററും കൂടുതലായിരിക്കും, 2.5 മേലെ. അപ്പൊ ഒരു 3XL 4XL വരെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 4 കളർ ചാർട്ടാണ്. പേസ്റ്റലാണെങ്കിൽ പേസ്റ്റൽ, ഡാർക്ക് ചാർട്ട് ആണെങ്കിൽ ഡാർക്ക് ചാർട്ട്, അങ്ങനെയായിരിക്കും വരുന്നത്. ഇതൊരു ഓൺലൈൻ വേറൊരു സാധനം, ഹിറ്റ് ഡിസൈൻ ആണ്. ഹിറ്റ് ഡിസൈൻ, ഹിറ്റ് കളറും. ഈ കളറും നല്ല സിംഗിൾ ഷെയ്ഡ് ബ്ലാക്ക് ടു റെഡ്. സിംഗിൾ ഷെയ്ഡ് ആണ് അല്ലേ. പ്യുർ ജോർജറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ജോർജറ്റ് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്യൂറും കൂടി. മഴയത്ത് ആൾക്കാർ ജോർജറ്റ്, ചന്തേരി അതൊക്കെയാണ് ചോദിക്കുന്നത്, കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ. അത് കടയിലൊക്കെ ഇങ്ങനെ വെറൈറ്റീസ് കൊണ്ടുവച്ചോ. ഇതിപ്പോ നമുക്ക് എന്താ പറയാ, നമ്മുടെ ബുട്ടിക് കളക്ഷൻസ് ആയാലും നമുക്ക് എല്ലാം റേഞ്ചിലുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും അല്ലേ. കിട്ടും. പിന്നെ ഇതൊക്കെ പ്ലെയിൻ ഫാബ്രിക്കില് ഇതിന്റെ ഹൈലൈറ്റ് ദുപ്പട്ടയാണ്. ഇത് എന്ത് മെറ്റീരിയലാ? അത് ക്രേപ്പ്. അത് എനിക്ക് ഒരു ഫീലിംഗ്. പക്ഷെ ദുപ്പട്ട ക്രേപ്പില് വരൂലേ? പ്രിന്റഡ് വരൂലേ. ഇത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ്. അപ്പൊ പ്ലെയിൻ ബ്ലാക്ക് ടോപ്പ് വിത്ത് പോട്ട്ലി ബട്ടൺസ്. ഇവിടെ പോട്ട്ലി ബട്ടൺസ് പ്ലെയിനിലായതുകൊണ്ട് ഒന്നുകൂടി നല്ല എനിക്ക് ലുക്ക് ഇഷ്ടമായി. നമുക്ക് ഇങ്ങനെ കളർ ചാർട്ടില് ബ്ലാക്ക് കോമൺ ആണ്, ദുപ്പട്ടയുടെ കളർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും ക്രേപ്പ് മെറ്റീരിയൽ കേട്ടോ. അടിപൊളി, എനിക്കത് ഇഷ്ടമായി. പിന്നെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ നീക്കി വെക്കട്ടെ. നല്ല നല്ല വെറൈറ്റീസ്, നല്ല നല്ല കളക്ഷൻസ്. പോരട്ടെ. ഇത് ദുപ്പട്ട കോട്ട ചെക്കില്. അതെ, കോട്ട ചെക്സ്. ഇത് പോളിസ്റ്റർ അല്ല, കോട്ടൺ ആണ്. 2 ടൈപ്പ് വരുന്നുണ്ട്. അതിലാണ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ, അതാണ് എടുത്ത് പറഞ്ഞത് കോട്ടൺ. ഇതിന്റെ കളർ മാച്ചിങ് ചാർട്ട് എല്ലാം അടിപൊളി. ഇത് ദുപ്പട്ടയും ഇതുപോലെ തന്നെ ഫുള്ള് ആ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വർക്ക് കാര്യങ്ങൾ നല്ല ഉണ്ട്. ഒന്നും അടുത്തേക്ക് വന്നല്ലേ. അതിന്റെ ആ ഒരു കോട്ട ചെക്ക് മെറ്റീരിയൽ, കോട്ടൺ. അതെ, കോട്ടൺ പറഞ്ഞ എല്ലാം പറഞ്ഞ ഒന്ന് തന്നെ ഏകദേശം. ഇനി പിന്നെ ഇത് ഒരു ബനാറസി ജാംദാനി വർക്ക് അല്ലേ. എല്ലാം ദാമൻ വർക്കാണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡ് പോകുന്നത്. ഫ്രണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പോയാൽ മതി. ലെമൺ യെല്ലോ കളർ, അതിലൊരു ഗ്രീനും കൂടി കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. ഗ്രീൻ ഒരു കോമ്പിനേഷൻ. ഈ ടൈപ്പ് കളേഴ്സ് ആണ് ഈ ചാർട്ട് പർട്ടിക്കുലർ പ്രൊഡക്റ്റില് ഇങ്ങനത്തെ. പക്ഷെ ഇതും നല്ല കളർ ചാർട്ടാണ്, നല്ല മൂവിങ് അല്ലേ. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഈ ചാർട്ട് വരുന്നത്. അതെ. പക്ഷെ ഇതിപ്പോ നല്ല മൂവിങ് ആയി. ഇത് റെസ്റ്റോറന്റ്, പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ്, പൗഡർ ബ്ലൂ, ഇങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ ഇപ്പം എല്ലാവർക്കും വേണ്ടത്.
പിന്നെ ഇത് 2D എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. പക്ഷെ ഞാൻ ദുപ്പട്ട തുറക്കാം. ഞാൻ മേത്ത് വെക്കാതല്ലേ. ഈ 2D എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയലിന്റെ 2D എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ 2 കളറാണ് ദുപ്പട്ട. ഓ അങ്ങനെ. ടോപ്പിന്റെ കളർ ദാമനില് ഓൾ ഓവർ കോൺട്രാസ്റ്റ്. ഓക്കെ, അതിനാണ് ബോട്ടം കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് ഇതാ ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരാള് പുതുമയായിട്ടുള്ള ഒരാളും കൂടി ഉണ്ടെങ്കിൽ വരും. എന്തായാലും ഈ കളർ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ തിരിഞ്ഞപ്പോ ആ കളറിൽ ഒരു ഷർട്ട് ഇട്ടിട്ട് ഒരാള് നിൽക്കണു. നല്ലതായിട്ട് മലയാളം പറയും. ഇവര് ആരാണ്? ഒരു മിനിറ്റ് പറയൂ. കുഷ്, സാഗർസ് ബ്രദർ. ഇപ്പോൾ ജോയിൻ ചെയ്തുള്ളൂ, ഒരു 3-4 months ആയിട്ടുള്ളൂ. മാസ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് തീർച്ചയായും ഇപ്പോൾ വന്നോളൂ. പുള്ളിക്ക് ഒട്ടും ഫസ്റ്റ് താല്പര്യം ഇല്ലായിരുന്നു, പിന്നെ നമ്മള് ഡൈവേർട്ട് ചെയ്ത് പിന്നെ പുള്ളി ഇങ്ങോട്ട് ഡൈവേർട്ട് ആയി. ഇപ്പൊ ഫുൾ ബിസിനസ്സിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പുറത്തു പോയി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നമ്മുടെ വലിയ മുതലാളി ഉണ്ടല്ലോ, ആളുടെ കീഴിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ എന്താ ബിസിനസ് മതി. അതന്നെ. എന്തിനാ പിന്നെ ഈ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ അല്ലേ? ആള് വലിയൊരു പുലിയെ അറിയില്ലേ? ഞാൻ പറഞ്ഞത് എന്താ, നാട്ടുകാര് പറയണതാണ് കേട്ടോ. ഓക്കെ, ഖുഷ്. അപ്പൊ എന്തായാലും പരിമലിന് വെൽക്കം. ശരി, അവരെന്നോട് പറയണോ, ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ കേട്ടോ. അടിപൊളി മലയാളം പറയണ്ടല്ലേ? ജനിച്ചത് വളർന്നൊക്കെ ഇവിടെ തന്നെ? ഇവിടെ തന്നെയാണ് വളർന്നത്. ഓക്കെ, ഇത് നോക്കിയേ. ഇത് നമ്മുടെ സ്ഥിരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബനാറസി സൂട്ട്. ഓ, പാന്റ് വീണു. അത് സാരില്ല, പാന്റ് പോക്കോട്ടെ. നമുക്കതിന്റെ ടോപ്പ് നോക്കാം. ഇതിന്റെ ടോപ്പ് ഒക്കെ മറ്റേ വിസ്കോസ് ബ്ലെൻഡ് ആണ്, പ്യൂർ അല്ല. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതാണ്, നമുക്ക് ഈ മിക്സ് ആയിട്ട് വരുമ്പോ നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് കുറയ്ക്കാം. ഇതൊക്കെ നമുക്ക് ഞാൻ അതാ പറഞ്ഞെടുത്തിട്ട് എല്ലാം റേഞ്ചിന്റെ ഐറ്റംസ് നമുക്ക് ഇവിടെ പല പല കസ്റ്റമേഴ്സ് ആയിരിക്കും, അവർക്ക് വേണ്ടി സാറ്റിസ്ഫൈ വേണ്ടി എല്ലാം വെക്കണം. ഓ, ഇത് സൂപ്പർ ആണ് കേട്ടോ. ഓർഗൻസ അല്ല, ഇതൊന്നും പറയണ്ട, ഇത് പ്യൂർ ഓർഗൻസയില്. അതാ പറഞ്ഞ ഇത് സൂപ്പറാന്ന് പറഞ്ഞത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. പ്രിന്റില് ഹാൻഡ് വർക്ക് ടച്ച് കൊടുത്താണ്. അതെ, ഓർഗൻസ, പ്യൂർ ഓർഗൻസയില. ഇത് ഇനി ഓപ്പൺ ചെയ്ത് നോക്കി അതിന്റെ ഉള്ളിൽ എന്തോരം വർക്ക് കയറിയിട്ടുണ്ടോ നമുക്ക് ഏകദേശം. ആക്ച്വലി ഇതിന്റെ ദുപ്പട്ട അതുപോലെ ഓവറോൾ ഉണ്ടല്ലേ വർക്ക്, ഫുൾ വർക്കാ. ദാമനില് കുറച്ചുകൂടി ഇതാ ഇങ്ങനെ. അതുപോലെ ദുപ്പട്ടയാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ്. ഇതില് കളർ ഷെയ്ഡ്സ്, ഇത് വൈറ്റ് ടു 4 കളർ മാച്ച്. 4 കളർ മാച്ച്. ഓക്കെ. നിങ്ങളുടെ പാക്കിങ് അവിടെ നടക്കണമെന്ന് തോന്നുന്നുണ്ട്. ശബ്ദം വരുന്നത്. അപ്പൊ പാക്കിങ്ങിന് ഇപ്പോഴും രാത്രി ആയാലും പാക്കിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ എത്രത്തോളം ഇവിടുന്ന് സ്റ്റോക്ക് പോകുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ നമ്മുടെ വിചിത്ര സിൽക്ക് എവർഗ്രീൻ ആണ്. വിചിത്ര ഇപ്പോഴും മൂവിങ് അല്ലേ? എപ്പോഴും പോകണ്ടല്ലേ? എപ്പോഴും പോകുന്നുണ്ട്, കാരണം ആ റേഞ്ചില് ആ ബഡ്ജറ്റില് തുണി വേറെ ഇല്ല മാർക്കറ്റില്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് കുറെ മെറ്റീരിയൽസ് ഉണ്ടല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽ കൂടുതൽ മൂവിങ് ആണ് മൽചന്ദരി, മൽഷിഫോൺ, പിന്നെ വിസ്കോസ് ജോർജറ്റ്. ഓക്കെ, വിചിത്ര ഇച്ചിരി സ്ലോ ആയിരുന്നു, പക്ഷെ വീണ്ടും റേഞ്ചിന് വേണ്ടി, കാരണം ഈ ഓണം സീസൺ ആവുമ്പോ നമുക്ക് ഗിഫ്റ്റിങ്ങിന് വേണ്ടി കുറെ സാധനങ്ങൾ പോകും. അപ്പൊ ഗിഫ്റ്റിങ്ങിന് വേണ്ടി ഈ സാധനം ഇറക്കിയിരിക്കുന്നതാണ്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു കട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മൽചന്ദരി ഫാബ്രിക്കില് കട്ട് വർക്ക് ആണ്, ദാമനില്. ദാമൻ പോർഷൻ ആണ് ഇത് ഫുൾ. അതിലിങ്ങനെ കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ് എന്താ. പിന്നെ റെസ്റ്റോറന്റ് കൂടി ആയതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തു കാണിച്ചത്. നല്ല അടിപൊളി വർക്കാണ്. ഇന്ന് ഫുൾ ബുട്ടിക് ടേസ്റ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ ബോട്ടം ജസ്റ്റ്. അപ്പൊ ബുട്ടിക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി സാധനം ഉണ്ടെന്ന് പറയണത് വെറുതെ അല്ല കേട്ടാ. ബോട്ടത്തിലും ഈ ടൈപ്പ് വർക്ക്. ബോട്ടല്ല, ഇതിന്റെ ദുപ്പട്ട നോക്ക്. ദുപ്പട്ടയിലും നോക്കി ഫുൾ വർക്ക്. അതുപോലെ ആ ക്രോഷ്യ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഓവറോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തില് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇല്ലാന്ന് ആരും പറയില്ല. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതും ഒരു ഹിറ്റ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കും പേഴ്സണലി ഇഷ്ടമാണ്. കളർ വൈസ് അല്ല കേട്ടോ, ഇവരുടെ ഡിസൈൻ, ഇവരുടെ ക്വാളിറ്റി, ഇവരുടെ ഫിനിഷിങ് ഓൺ ചെയ്തിട്ടുള്ള വർക്ക്. ഹാൻഡ് വർക്ക്സ് ആണ്. അതെ, ഓൾ ഓവർ ടോപ്പില് ഫുൾ ഹാൻഡ് വർക്ക്. ആ ഒരു വർക്കാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത്. ഇതിന്റെ ദുപ്പട്ട ഫുൾ ഹാൻഡ് വർക്ക്. ഓ, എംബ്രോയിഡറി അല്ല കേട്ടോ, ഹാൻഡ് ആണ്. അതെ, കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്ക്. ഓരോരോ ഇതിനും എത്രത്തോളം ഡീറ്റെയിലിംഗ് ആണ്. അതെ, പിന്നെ കളർ വൈസും നല്ലതാട്ടോ. നല്ലൊരു പേസ്റ്റൽ, കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, കുറച്ച് തിളക്കവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രഷ് ഫാബ്രിക്കില് സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ ഒക്കെ യൂസ് ചെയ്യാം. അതെ, സിമ്പിൾ ആണ്, ഡെയിലി വെയറിന് യൂസ് ചെയ്യാം. ഇതിന്റെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ഫാബ്രിക്. അതെ, സോഫ്റ്റ് സിമ്പിൾ, നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ പ്ലസ് സൈസ് ഒക്കെ നമുക്ക് തയ്ക്കാൻ പറ്റൂലേ? പ്ലസ് സൈസ് നമുക്ക് 3XL വരെ തയ്ക്കാം. 3XL വരെ തയ്ക്കാൻ പറ്റും. ആൻഡ് ഇതും കൂടി നോക്കാം, കാരണം കുറെ ഉണ്ട് കാണിക്കാനായിട്ട്. ഇതെന്താ? ഇതൊരു റോ സിൽക്ക് പോലെ ഫാബ്രിക് ആണ്.
പോലെ ട്ടാ. റോ സിൽക്ക് അല്ല, ആ റോസ് സിൽക്ക് പറയുമ്പോ നല്ല എക്സ്പെൻസീവ് ആണ്. ഇത് അതിന്റെ ഒരു റിപ്ലിക്ക. അതെ. മെയിൻ ഹൈലൈറ്റ് ഡയമണ്ടില് ഈ വർക്ക് വന്നിട്ട് കാന്ത വർക്കൊക്കെ നോട്ട് വർക്ക് ആണ്. നോട്ട് വർക്കും ഉണ്ട്, കാന്ത വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ സെയിം ഹൈലൈറ്റ് നമുക്ക് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നല്ല ബുട്ടിക് പ്രീമിയം. അതെ, ബുട്ടിക്കാർക്ക് വേണ്ടത് എന്താ അത് ഇവിടെ കിട്ടും. അതെ, അതാണ്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, അവിടെ നിങ്ങൾക്ക് സ്റ്റോക്ക് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം ഉണ്ട്. ഇതും ഓരോന്നോരോന്ന് കളക്ഷൻസ് എടുത്ത് നോക്കി. അപ്പൊ ഈ കളർ ചാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കതേ. 1 മിനിമം 4 കളേഴ്സ് ഉണ്ടാവും. 3 4 ഈ കളർ അങ്ങനെ തന്നെ മൊത്തം എടുക്കണം. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എടുത്തെടുത്ത് പറയണത്. ഇതായാലും അങ്ങനെ ഇതിങ്ങനെ ആയിരിക്കും പാക്കിങ് വരാല്ലേ. എല്ലാം ഇങ്ങനെ എടുക്കണം സെറ്റ് വൈസ്. ഒരു പീസിന് വിളിക്കേ വേണ്ട, അതെ, നോക്കേ വേണ്ട. ഹോൾസെയിലാണ്. ഓൺലൈനിൽ ഡീൽ ചെയ്യില്ലേ? ഓൺലൈൻ ഡീൽ ചെയ്യും. നമുക്ക് ഫോട്ടോസ് അയച്ചു തരും. പിന്നെ വീഡിയോ കോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ വീഡിയോ കോൾ അങ്ങനെയും ചെയ്ത് തരും. ഇപ്പൊ ജസ്റ്റ് ഒരു പോർഷനിൽ നിന്നിട്ട് ഞാൻ കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ പാക്കിങ്ങിന്റെ കാര്യത്തിൽ തിരക്ക് കാര്യങ്ങളായി. ഇനിയിപ്പൊ മോളിത്തെ ഒരു ഫ്ലോർ റെഡിമെയ്ഡ് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോവാം. റെഡിമെയ്ഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇട്ട കളക്ഷൻസ് അത് നമുക്ക് അവിടെ ചെന്ന് നോക്കാം. മെറൂൺ കണ്ടാൽ ഞാൻ വിടൂല. അത് ഡമ്മി ആയാലും ശരി, വെറുതെ കിടക്കണതായാലും ശരി. ഇത് 3 പീസിന്റെ ഒരു നല്ല കോട്ടണില് വരുന്നത്. മൽ കോട്ടൺ. ഇത് 60 കാംബ്രിക് കോട്ടൺ. ഓക്കെ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ മൊത്തം റെഡിമെയ്ഡിന്റെ കളക്ഷൻസ്. അതിലിപ്പോ സിംഗിൾ കുർത്തി ആയിക്കോട്ടെ, 2 പീസ് ആയിക്കോട്ടെ, പിന്നെ ഓരോരോ സെക്ഷൻ ആണ്. കുർത്തി ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ എന്താ പറയുന്നത്? ഇത് ഫുൾ 3 പീസ് ആണ്. 3 പീസിന്റെ സെക്ഷൻ. ഓക്കെ, അതാണ് ആ ഡമ്മിയിലെ 3 പീസിന്റെ ഒരു കളക്ഷന്റെ ഇട്ടിരിക്കണത് കേട്ടോ. അപ്പൊ ഇതിലും എല്ലാ തരം ഫാബ്രിക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് മൽച്ചന്തേരി ഓൺലി ടോപ്പ് മാത്രം വിത്ത് ലൈനിങ്. ലൈനിങ് ഉണ്ട്. ലൈനിങ് ഇല്ലാണ്ട് പറ്റില്ല. ഓൺ പ്രൊഡക്ഷൻ അല്ലേ. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ ഇത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വരാണെങ്കിൽ ഇപ്പുറത്തും കുറേ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ ഇട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ഇരിക്കുന്നു അത്രയധികം സ്റ്റോക്ക്. താഴെയുണ്ട്, മേളിലുണ്ട്. താഴെ ഇരിക്കണ്ട. അവിടെ ഈ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ഫാബ്രിക്. അപ്പൊ ഗജ്ജി സിൽക്ക് മെറ്റീരിയൽ ആണ്. ഈ ഗജ്ജി സിൽക്ക് മെറ്റീരിയലിലെ പ്രിന്റുകൾ മാറി മാറി കിട്ടും നമുക്ക്. സെക്കൻഡ് പ്രിന്റ്, ഇത് ഓക്കെ. അതിലിപ്പോ ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇതും കിട്ടും ബ്ലാക്ക് ഉണ്ട്, ഇത് വേറൊരു പ്രിന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് ആയാലും അത്യാവശ്യം കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ഓൾട്ടർ ചെയ്ത് കറക്റ്റ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വെക്കും. അപ്പൊ കുറച്ച് എല്ലാവരുടെ ബോഡി ടൈപ്പ് വേറെ. അതെ, ചിലർക്ക് വയറ് കുറച്ച് ചാടി ഇരിക്കണ്ടാവും. ഈ സുഖമായിട്ട് ഇത് ചെയ്യാം. ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി, രണ്ടാമത്തെ ഈ ഒരു ഫിറ്റിംഗ്. ആ റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ റെഡിമെയ്ഡ് സെക്ഷനാണ് ഇവരുടെ മെയിൻ. ഈ മാനുഫാക്ചർ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ അപ്രൂവ്ഡ് ആണ്. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് റിവ്യൂ തരുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങും കളർ ചാർട്ടും ഫിറ്റിംഗ് എല്ലാം ഓക്കെയാണ്. പിന്നെ എന്തിനാ പ്രശ്നം? ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് നോക്കിയാൽ ഇവിടെ നിറച്ചിങ്ങനെ കൂമ്പാരായിട്ട്. ഇത് ഇവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. അതെ, ഓക്കെ. ഇതൊക്കെ സിംഗിൾ കുർത്തീസ് ആണ്. ഓക്കെ, പ്യുവർ കോട്ടണില് ഈ ഒരു ടൈപ്പ് സിംഗിൾ കുർത്തി ആയിട്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. ഇതൊക്കെ നമ്മള് ഒരുപാട് വിറ്റ സാധനമാണ്. എല്ലാ സീസണിനും നമ്മൾ ഇറക്കും. ഈ കളർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഗ്രേറ്റ്. ഇത് റയോൺ റിങ്കിൾ, നല്ലൊരു കംഫർട്ട് ഫാബ്രിക് ആണ്. ഡാൻസ് ഒക്കെ കളിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ ഫാബ്രിക്. അതെ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ കോട്ടണില്, ഇത് കോട്ടൺ അജ്രക്കില് കോട്ടണിൽ തന്നെ. ഇതിപ്പോ റെഡിമെയ്ഡ് സെക്ഷൻ വരുമ്പോ നമുക്ക് എങ്ങനെയാ? മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ? മീഡിയം ടു ഡബിൾ എക്സൽ അല്ലെങ്കിൽ L to 3XL. പിന്നെ ബിഗ് സൈസും ഉണ്ട്. എല്ലാ സെറ്റ് വൈസ് ആയിരിക്കും. അത് മാത്രം എടുക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ കാണിക്കുന്നതൊക്കെ ജസ്റ്റ് ഒരു ഡിസൈൻസ്, ഒരു മോഡൽസ് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് പ്യുവർ കച്ചി അജ്രക്കാണ്. പ്യുവറിൽ വരുന്നത് അല്ലേ? ഓക്കെ. പ്യുവർ ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട്. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ചന്ദേരി സിൽക്ക്. ഓക്കെ. വാവ്. ഇത് കോറ കോട്ടൺ എംബ്രോയിഡറി. അതെ, കോട്ടണില്. ഇതൊക്കെ പോച്ചുംപള്ളി ഇക്കത്ത് വിത്ത് ഹാൻഡ് വർക്ക്, ഓൺ പ്രൊഡക്ഷൻ. ഇത് 60 കാംബ്രിക് A-line ടോപ്പ്. ഇത് നമ്മുടെ ഈ സീസണിന് വേണ്ടി സ്പെഷ്യലി ചെയ്ത സാധനമാണ്. ഈ കളറിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ ഇതിന്റെ കുറെ നല്ല ന്യൂ എഡിഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ, സെയിം കളറിൽ തന്നെ കേട്ടോ. പിന്നെ ഇത് പ്യുവർ മൽചന്തേരി ആണ് ഫാബ്രിക് വിത്ത് ലക്നവി സ്റ്റിച്ച് വർക്ക്. ലക്നവി വർക്ക് പ്യുവർ. ഇതൊക്കെ ചെക്ക് സിപ്പ് നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ ഷർട്ട് കോളർ വെച്ച് നല്ല A-ലൈനിൽ ചെയ്യിപ്പിച്ചാണ്. നേരത്തെ പറഞ്ഞ ബേജിൽ തന്നെ ഈ സീസൺ ബേജിൽ കുറേ വെറൈറ്റി കിട്ടും. അതെ. ഇതെന്താ ഗൗൺ അല്ല, ഫ്രോക്ക് പോലെയാണ്. ഇത് ഇവിടെ
ഇങ്ങനെ ഫ്രോക്ക് സ്റ്റൈൽ. ഓവറോൾ ഇങ്ങനെ ഫ്രോക്സ്. ഓക്കെ. ഇത് പിന്നെ പ്യുവർ കോട്ടൺ ഡെയിലി വെയർ ഓഫീസ് വെയർ പോലെയാണ്. അതും ലക്നവി സ്റ്റൈൽ. ലക്നവി സ്റ്റൈൽ സെൽഫ് വർക്ക്. ഇത് മൽ കോട്ടൺ എംബ്രോയിഡറി. ഇത് കോട്ടണില്. ഇത് കോട്ടൺ എ ലൈൻ പാനൽ കട്ടാണ്. അതെ. പിന്നെ ഇത് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ഇതും ലക്നവിയുടെ എപ്പോഴും വൈറ്റ് ബ്ലാക്ക് എപ്പോഴും ചോദിക്കും. അപ്പൊ ഫുൾ ടൈം സ്റ്റോക്ക് നമ്മുടെ ഉണ്ടാവും. 365 ഡേയ്സ് ഉണ്ടാവും. ഓക്കെ. ഇത് കോട്ടൺ ഫ്ലെക്സ് അംഗ്രക്ക സ്റ്റൈൽ വിത്ത് ലേസ്. ഇതെല്ലാം ഓൺ പ്രൊഡക്ഷൻ. ഇതും കാണിച്ച ചന്ദേരി സിൽക്കിന് വേറെ പാറ്റേൺ. കുറെ കളക്ഷൻസ് ഉള്ളതോട് പെട്ടെന്ന് ഞങ്ങൾ കാണിച്ചു പോവാണ്. കോട്ടൺ കുർത്തി. ഇനി നമ്മള് സിംഗിൾ അല്ല ടു പീസിലോട്ട് പോവാം. അതില് ഇതൊക്കെ ഫുൾ ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് ഡിസൈനിങ് സാധനമാണ്. ടു പീസിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ്. ഇത് മറ്റേ റയോൺ ആണ്, കൂടിയ റയോൺ. നമ്മൾ അതിലും ലൈനിങ് വെക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അത് അത്യാവശ്യം നല്ല ഹെവിയാണ് ഐറ്റം. ഇതിൽ പ്രിന്റ് ഒക്കെ നിങ്ങൾ വേറെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ 2 പീസിൽ ഇപ്പൊ ലൈറ്റ് വെയിറ്റ് വേണമെങ്കിൽ ലൈറ്റ് വെയിറ്റ്, ഡാർക്ക് മീൻസ് പേസ്റ്റലും ഉണ്ട്, ഡാർക്ക് ചാർട്ടും എല്ലാ ചാർട്ടും ഉണ്ട്. നമ്മൾ ഫിക്സ് ആയിട്ട് എല്ലാം ചെയ്യും. ഇതൊക്കെ 2 പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ. മെറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അതിന് മേലെ നിൽക്കൂല. നമ്മൾ അധികം ബൾക്കിലൊന്നും ചെയ്യാറില്ല. നമ്മള് നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്യും. അത് അപ്പൊ തന്നെ പോവും ചെയ്യും. പിന്നെ പുതിയ കളക്ഷൻസും വരും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇപ്പൊ കാണുന്നത് ഈ ഒരു ടൈമിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തത് കാണണമെങ്കിൽ അടുത്തത് വരും. അതെ. പ്യുവർ കോട്ടണില് നല്ലൊരു ഡിസൈൻ അല്ലേ, വിത്ത് ഹാൻഡ് വർക്ക്. നല്ലൊരു ഡിസൈൻ. ഇത് ബിഗ് സൈസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ബിഗ് സൈസും ഉണ്ട്. അപ്പൊ ഇത് 345 5XL. ഇത് 2 പീസിന്റെ കളക്ഷൻ തന്നെ കേട്ടോ. ഇത് മീഡിയം സൈസിൽ. അപ്പൊ മീഡിയം സൈസ് 2 പീസിന്റെ പാന്റ് എടുത്തോട്ടെ. ഓക്കെ. കോട്ടൺ സ്ലബ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് അല്ലേ, നല്ല ഒരു ഇതില് വരുന്നത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട്. ഇതൊക്കെ നല്ല പ്രീമിയം ഫാബ്രിക്കാ. ഇത് ലൈനിങ്ങും ആവശ്യമില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് റേറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് വന്ന് നോക്കാം, കാണാം. പിന്നെ ഇപ്പത്തെ ട്രെൻഡ് സ്ലീവ്ലെസ് കോട്ട് സെറ്റ്. അകത്ത് സ്ലീവ് ഉണ്ട്. നിങ്ങൾക്ക് 3/4 സ്ലീവ് അടിക്കാം വേണമെന്നുണ്ടെങ്കിൽ അല്ലേ. ഓക്കെ. ഇത് വരുമ്പോ നമ്മള് ഇപ്പത്തെ ട്രെൻഡാണ് മൽചന്തേരി 3 പീസ് എ ലൈൻ വിത്ത് ലൈനിങ്, ഓൾ ഓൺ പ്രൊഡക്ഷൻ. ഞങ്ങൾ ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രം കാണിക്കുന്നത്. ഇതിന് മെറ്റീരിയലും അതുപോലെ ഇതിന്റെ വർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു പിക്ചറായി മാറും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്ലിംസ് ആണ് ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ബാട്ടിക് 3 പീസിന്റെ കളക്ഷൻ കോൺട്രാസ്റ്റ് പോകുന്നായിട്ട്. അതെ, ഇങ്ങനെ. അപ്പൊ ഇപ്പൊ കാണുമ്പോ കളക്ഷൻസ് വേഗം വന്ന് എടുത്തോട്ടെ, വേറെ ഒന്നും പറയാനില്ല. ഇത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഓൺ പ്രൊഡക്ഷൻ കോട്ടൺ 3 പീസ് സെറ്റ് വിത്ത് ലൈനിങ് അല്ലേ. ഓക്കെ. ലൈനിങ് എല്ലാത്തിലും ഉണ്ട്, മിക്കതും ഞാൻ കണ്ടിടത്തോളം ലൈനിങ് ഉണ്ട് കേട്ടോ. ഇത് ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു വർക്കൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും സംഭവം ഇവര് ചാർട്ടും ഡിസൈൻസും ഫാബ്രിക്കിന്റെ ക്വാളിറ്റി അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതില് വരുമ്പോ ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ചെറുതായിട്ട് വന്ന കോട്ടൺ തന്നെയാണ്. കോട്ടൺ തന്നെയാണ് പാച്ച് പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 പീസിന്റെ ഒരു കളക്ഷൻ. എല്ലാ ടൈപ്പ് കളറും കേരളത്തിൽ പോകുന്ന കളേഴ്സും ചാർട്ടും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഒരു ഹാൻഡ്ലൂം ടച്ച്. ഇതൊക്കെ ഈ സീസണിന് വേണ്ടി ഈ ഐറ്റം മോസ്റ്റ് ഡിമാൻഡഡ് ആണ്. അതെ. ദുപ്പട്ട ഒന്ന് പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ. പ്യുവർ ഹാൻഡ്ലൂമിലാണ്, വീവിംഗ് ആണ് വരുന്നത് കേട്ടോ. ഫുൾ വീവിംഗിൽ വരുന്ന ഒരു കളക്ഷൻ. ഇത് എടുത്ത് കാണിക്കുന്നേ വേണം കേട്ടോ. ഹാൻഡ്ലൂം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും കാണിച്ചത്. അതുപോലെ ഇത് വരുമ്പോ കോട്ടൺ തന്നെ. കോട്ടണില് 3 പീസിന്റെ ഉണ്ടല്ലേ. കോട്ടൺ. പ്രിന്റ് പിന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ. പ്രിന്റ് മാറിക്കൊണ്ടിരിക്കും. കളേഴ്സ് 4 to 5 കളേഴ്സ് ഉണ്ടാവും. അതെ. ബ്ലാക്ക് നമ്മുടെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. ബ്ലാക്ക് വിത്ത് മെറൂൺ അല്ലെങ്കിൽ ബ്ലാക്ക് വിത്ത് റെഡ്. എ ലൈൻ ആണ്, അതാണ് വിതൗട്ട് ലൈനിങ്. ഓക്കെ. ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് അല്ലേ. ഇത് എല്ലാം എക്സ്ക്ലൂസീവ് 3 പീസ് സെറ്റ്സ് ആണ്. ഇതും ശരിക്കും പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് അല്ല, ഇതിനേക്കാൾ കുറച്ചുകൂടി ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ. ബാക്കിൽ കണ്ടോ. അപ്പൊ മുടി കെട്ടി വെക്കേണ്ടി വരും അങ്ങനെ. ഇത് കോട്ടണില് തന്നെ. കോട്ടണില് ഒരുപാട് ഉണ്ട് അല്ലേ. ഇപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ. അതെ. 3 പീസിന്റെ ഒരു കളക്ഷൻ വിത്ത് ലൈനിങ് ഓൺ പ്രൊഡക്ഷനില്. അപ്പൊ കോട്ടന്റെ നല്ല നല്ല പ്രിന്റ്സ് ഒക്കെ ഉണ്ട്. ഇനി 3 പീസിന്റെ ഇതൊക്കെ എന്താ വെറൈറ്റീസ്? ഇതെല്ലാം 3 പീസ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇട്ട് നോക്കാം അല്ലെ നമുക്ക്. കാണിക്കാം.
3 പീസിന്റെ കളക്ഷൻ കേട്ടോ, കോട്ടണിൽ വരുന്നത് 3 പീസിന്റെ. ഇതൊക്കെ ഞാൻ പാന്റും ദുപ്പട്ടയും ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് ടോപ്പ് മാത്രം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലിംസ് എന്താണ് ഇവിടെ അറിയണത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പ്ലീസ് വിസിറ്റ് us പരിമൾ ടെക്സ്റ്റൈൽസ്. അതെവിടെയാ നമ്മുടെ ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു? നമ്മൾ ഗോപാലപ്രഭു റോഡിലാണ്. നമ്മൾ ബ്രോഡ്വേയിൽ നിന്നും കയറാം, TD റോഡ്, MG റോഡിൽ നിന്നും കയറാം. അപ്പൊ 2 വഴിക്ക് വന്നാലും നമുക്ക് ഗോപാലപ്രഭു റോഡ് ചോദിച്ചാൽ മതി, ഏത് ഓട്ടോക്കാരൻ വേണമെങ്കിലും പറഞ്ഞുതരും. ഗൂഗിളിലുണ്ട്, അതെ, ലൊക്കേഷൻ ഉണ്ട്. പ്യുർ കോട്ടൺ, പ്യുർ കോട്ടണില്. പിന്നെ ഇതും കോട്ടൺ തന്നെയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത് അതും കോട്ടൺ. കോട്ടന്റെ കുറച്ച് ഡിസൈൻസും പാറ്റേൺസ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. പാന്റും ദുപ്പട്ട ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, അത് നമ്മൾ കാണിച്ചിട്ടില്ല ആക്ച്വലി ഇതില്. പിന്നെ ഇതൊക്കെ ജാംദാനി നമ്മൾ സൂട്ട് പീസിൽ കാണിച്ച കുർത്തിയിലുണ്ട്. അതന്നെ സെയിം ജാംദാനി, ഫുൾ വീവിംഗ് ആണ് കേട്ടോ, ആ കാര്യം നോട്ട് ദി പോയിന്റ്. പിന്നെ ഏറ്റവും ഹയസ്റ്റ് സെയിൽ ചെയ്ത സാധനം വാറ്റിക്കൻ ഗോൾഡ് ഡോട്ട്സ്. എപ്പോഴും പോകുന്ന ഐറ്റം. പിന്നെ റയോൺ, വെരി കംഫർട്ടിങ് ഫാബ്രിക്. റയോൺ നല്ല കംഫർട്ടാണ്, അത് ഹൈ ക്വാളിറ്റി ആണെങ്കിൽ പിന്നെ പറയാം. ഇവിടെ നല്ല GSM കൂടിയ ടൈപ്പ് ആണെങ്കിൽ ഇതൊക്കെ പ്രീമിയം പ്ലെയിൻ ഫാബ്രിക്കിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യിപ്പിച്ചാണ് വിത്ത് ലൈനിങ്. ഓക്കെ. ഇതും റയോൺ. റയോണിലും വാട്ടിക്കനിലും ഇപ്പൊ വീണ്ടും ഡിമാൻഡ്. മഴയത്തൊക്കെ റയോൺ, ജോർജറ്റ് അതൊക്കെയാണ് കൂടുതൽ പോകുന്നത്. വാറ്റിക്കൻ സിൽക്ക്. ഇത് ഈ മെറ്റീരിയൽ എനിക്ക് പറയണത് എന്താ, റയോൺ നല്ല ടൈപ്പ് റയോൺ അല്ലേ? ഇതെല്ലാം കൂടിയ ഫാബ്രിക്സ് ആണ്, നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. അത് പിടിക്കുമ്പോൾ 14 kg, 17 kg, 18 kg, 21 kg. അതെ, അത് കച്ചവടക്കാർക്ക് അറിയാം. നമ്മള് അതെ 17, 18 kg ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ അല്ലേ? ഇതൊക്കെ സിൽക്കില്, സോഫ്റ്റ് സിൽക്കില് ഫുൾ വീവിംഗിലാണ് കേട്ടോ ഇത് വരുന്നത്. വീവിംഗില് ഓക്കെ. ഭയങ്കര ഹിറ്റായ ഇത് ഹിറ്റ് ഡിസൈൻ അല്ലേ? ഇവരുടെ ഒരു ഹിറ്റ് ഡിസൈൻ ആണ് എലിഫന്റ് ഡിസൈൻ. കണ്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യവും വന്നപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഈ കളർ ചാർട്ടിലും വന്നിട്ടുണ്ട് അല്ലേ? വാറ്റിക്കൻ സിൽക്ക് ഇതല്ലേ വാട്ടിക്കനില്. പിന്നെ ഈ ഐറ്റം ഇതൊക്കെ ഫുൾ ടൈം നമ്മുടെ കയ്യിലുണ്ടാവും. ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു എന്താ പറയാ 500-1000+ ഡിസൈൻസ് തന്നെ നിങ്ങൾക്ക് ഉണ്ട്. കുറെ ഡിസൈൻസ് ഉണ്ട്. അത് പോരാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞത് എന്തായാലും കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് സംശയം. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റയോൺ. അതെ, 2 പീസ് സെറ്റ്സ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതൊക്കെ ചിക്കൻ കറി ലക്നവി സ്റ്റൈലില് 2 പീസ് വിത്ത് ലേസ്. നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ആ ഒരു രീതിയിലും ഉണ്ട് അല്ലേ? അതെ അതെ. 2 പീസിന്റെ എല്ലാ ടൈപ്പ് ഫാബ്രിക്സും ഉണ്ട്. ലിനൻ, ഒറിജിനൽ ലിനൻ, പ്യുർ ലിനനിൽ വരുന്നുണ്ട്. പിന്നെ ലിനൻ. അപ്പൊ ഇത് എടുക്കുമ്പോ ഇങ്ങനെ എടുക്കണം, അതാണോ ഉദ്ദേശിക്കണേ? ഇങ്ങനെ 3 സൈസ് 4 സൈസ് അങ്ങനെ ആയിരിക്കും സെറ്റ് വൈസ്. ഇതിപ്പോ ഒരു സൈസ് ആണോ? ഇത് 3 സൈസ്. അതാണ് 3ന്റെ സെറ്റ് ആണ്. 3ന്റെ സെറ്റ്. LXL തോന്നുന്നു. LXL XXL. ഇതൊരു ക്രേപ്പ് ഫാബ്രിക്കാ. ഇതും നന്നായിട്ട് പോകുന്നതായിട്ടാണ്. നന്നായിട്ട് മൂവിങ് ആണ്. ക്രേപ്പ് നല്ലതാട്ടോ. ഇല്ല, നല്ലതല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ഈ ലോ ക്വാളിറ്റി ഒന്നും ഇവിടെ വെക്കുന്നില്ല. അത് അതെ, സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയാലും, അതെ ഖാദി സിൽക്ക് ഫംഗ്ഷനായാലും അതുപോലെ തന്നെ ഡെയിലി വെയറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 15-18 കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ. പക്ഷെ ഈ കളർ എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല അല്ല, അത് എപ്പോഴും ഒരു ഇതെന്താ ഇരിക്കുന്നത്? എല്ലാം ഡിസൈൻസ് ആണ്. പല ഷോർട്ട് ടോപ്സ് ഉണ്ട്. ഇത് ഷോർട്ട് ടോപ്സ് ആണ്. ഓക്കെ, നമുക്ക് ഷോർട്ട് ടോപ്സ് ഉണ്ട്. ഷോർട്ട് ടോപ്സിന്റെ കുറച്ച് വെറൈറ്റീസ് നോക്കാം അല്ലെ? ഷോർട്ട് ടോപ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പല പ്രിന്റ്സ് വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ലെങ്ത് ടൈപ്പ് ആയിട്ടുള്ളതാണ് അല്ലെ വരുന്നത്? ജീൻസ് ആയിട്ട് ഇടാം. അതെ, അങ്ങനെ അതിന്റെ കുറച്ച് ലോങ് ഉണ്ട്, ഷോർട്ടും ഉണ്ട്. അതിൽ കുറച്ച് ഇതിലും എങ്ങനെയാ? മീഡിയം, ലാർജ്, XL, S2 XL ആയിരിക്കും. അങ്ങനെ S തൊട്ടാണ് ഇത് ഷോർട്ട് ടോപ്സ് S തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, S തൊട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ. അതെ, ഇത് ജസ്റ്റ് ഒരു ഗ്ലിംസ് ആണ്. ഇവിടെ എന്താ നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടാന്നുള്ളത്. അപ്പൊ ഇവിടെ ഐറ്റംസ് കിട്ടുന്നത് ഇതൊക്കെ തന്നെയാണ്. 4 ഫ്ലോർ ഉണ്ട് ആക്ച്വലി. ഞാൻ ഒരു ഫ്ലോർ ആയിട്ട് ഞാൻ ഇവിടെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കാണുക. കാരണം ഇത്രയും അധികം ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കേ അല്ല, സ്റ്റോക്ക് കാണാൻ കെടുക്കുന്നേ ഉള്ളൂ. നേരിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാബ്രിക് ക്വാളിറ്റി, കളേഴ്സ് നേരിട്ട് കണ്ട നിങ്ങൾ എടുത്തു പോകും. അതെ, അതാണ് കൈ വീശി വരുന്നവര് ഇവിടെ നിന്ന് ബണ്ടലായിട്ട് പോകും. അതാണ് പരിമൽ എന്ന് പറയുന്നത്. അപ്പൊ പരിമലിന്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എറണാകുളത്താണ്. എറണാകുളത്ത് നമ്മളിപ്പോ ട്രെയിൻ വഴിക്ക് വരികയാണെങ്കിൽ എങ്ങനെ വരണം? നമ്മൾ സൗത്ത് സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചാൽ മതി. ഒരു 10 minutes ബൈ റോഡ്. ഗോപാലപ്രഭു റോഡ് പറഞ്ഞാൽ മതി. അത് ഇനിയിപ്പോ ബസ്സാണോ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേനക ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. മേനക
മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ഗോപാലപ്രഭു റോഡ് ചോദിക്കുക. ഇനി ബൈ കാറാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് MG റോഡ് വഴിക്കും കയറാം, മേനക വഴിക്കായാലും കയറാം. രണ്ട് സൈഡിൽ കൂടെയും ഗോപാലപ്രഭു റോഡ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുക്കിലായിട്ടാണ് പരിമൾ ടെക്സ്റ്റൈൽസ് സ്ഥിതി ചെയ്യുന്നത്, നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾസെയിൽ മാത്രമല്ലോ, നോ റീറ്റെയിൽ. അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഹോൾസെയിലിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ സൺഡേ ഒക്കെ ആണെങ്കിൽ സീസൺ ടൈമിൽ ഓപ്പൺ ആണ്. ബാക്കിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ സൺഡേ ഓപ്പൺ. ബാക്കിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു 7 മണി 8 മണി വരെയൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ വരുന്നേക്കാളും മുന്നേ വിളിച്ച് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും, സൺഡേ സമയത്തൊക്കെ ആണെങ്കിൽ. ബാക്കി സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും കയറി വന്നു, നമ്മളിവിടെ ഉണ്ട് അല്ലേ? അതാണ് നിങ്ങൾ വരാ, ട്രൈ ചെയ്യാം. സർവീസ് എന്റെ ഗ്യാരണ്ടി ആണ്. അതെ. അപ്പോൾ ഇതാണ്. താങ്ക് യു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.